ബെസ്റ്റ് എ ഐ കോഴ്സ് ഇൻ 2026 വിത്ത് സർട്ടിഫിക്കറ്റ്. അതെ, നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ജോബ് സീക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരിയർ സ്വിച്ചർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേറ്റീവ് എ ഐ കോഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ? അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ കുടുങ്ങിപ്പോയി എന്നൊരു തോന്നലുണ്ടോ? അല്ലെങ്കിൽ നല്ലൊരു കരിയർ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഇതുമല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള നല്ലൊരു ഹൈ പേയിങ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കണം. ഈ അടുത്ത് പുറത്തു വന്ന സ്റ്റഡീസ് പറയുന്നത് 76% ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും ജോലി കിട്ടാത്തത് പ്രാക്ടിക്കലും ഇൻ ഡിമാൻഡ് സ്കിൽസും ഇല്ലാത്തതുകൊണ്ടാണെന്നാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു കോഴ്സ് റിയലി ഒരു ഗെയിം ചേഞ്ചർ ആവുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ IIT ബാംഗ്ലൂരും അപ്ഗ്രാഡും ചേർന്ന് നടത്തുന്ന അപ്ലൈഡ് എ ഐ ആൻഡ് ഏജൻറ്റിക് എ ഐ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമാണ്. പൂർണ്ണമായിട്ടും ഓൺലൈനിലുള്ള 7 മാസം ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണിത്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് IIT ബാംഗ്ലൂരിൻ്റെ എക്സിക്യൂട്ടീവ് അലുമിനി സ്റ്റാറ്റസും പിന്നെ മൈക്രോസോഫ്റ്റ് റെക്കഗ്നൈസുള്ള എ ഐ സർട്ടിഫിക്കറ്റുമാണ്. ലാങ്ചെയിനും AWS ഒക്കെ ഉൾപ്പെടെ 32ലധികം എ ഐ ടൂൾസും 30ലധികം ഹാൻഡ്സ് ഓൺ ടൂൾസും 2 ഇൻഡസ്ട്രി ക്യാപ്സ്റ്റോൺസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള എ ഐ ഏജൻസി ബിൽഡ് ആൻഡ് ഡിപ്ലോയ് ചെയ്യാനുള്ള ഫോക്കസ്. ഈ ഒരു കോഴ്സ് ആക്ച്വലി എന്താണ്? ഇതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള എ ഐ തിയറി മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സേ അല്ല ഇത് ഏജൻറ്റിക് എ ഐയും അപ്ലൈഡ് എ ഐയും ഉള്ള ഒരു കോഴ്സാണ്. അതായത് സ്വയം പ്ലാൻ ചെയ്യാനും ഡിസിഷൻ എടുക്കാനും ആക്ഷൻ എടുക്കാനും കഴിയുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എ ഐ ഏജൻസി ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യും. 7 മാസം കൊണ്ട് 240ലധികം മണിക്കൂറുകൾ ലേണിംഗ് ഉള്ള ഈ ഒരു കോഴ്സിൽ 8 റിയൽ വേൾഡ് പ്രൊജക്റ്റുകളുണ്ട്. BFSI, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, മാനുഫാക്ചറിംഗ് പോലെയുള്ള 12ലധികം ഇൻഡസ്ട്രീസിൽ എ ഐ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇതോടൊപ്പം ലഭിക്കും. പിന്നെ മൈക്രോസോഫ്റ്റ് ഗ്യാരേജിൽ നടക്കുന്ന കട്ടിംഗ് എഡ്ജ് എ ഐ ഇന്നോവേഷൻസ് നേരിട്ട് കാണാനുള്ള അവസരവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇനി ഈ ഒരു കോഴ്സിൽ ആരൊക്കെ ജോയിൻ ചെയ്യണം? നിങ്ങളൊരു എ ഐ അല്ലെങ്കിൽ ML എഞ്ചിനീയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങളൊരു ടെക് മാനേജറോ പ്രൊഡക്റ്റ് ലീഡറോ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് അനലിസ്റ്റോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റോ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടെക്നിക്കൽ ഡെപ്തും ബിസിനസ് പെർസ്പെക്റ്റീവും ഒരുമിച്ച് ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഈ ഒരു കോഴ്സ് നിങ്ങളെ വെറും പ്രഡിക്ഷൻ മാത്രം നടത്തുന്ന എ ഐയിൽ നിന്നും ഓട്ടോണമസ് ആക്ഷൻ നടത്തുന്ന എ ഐയിലേക്ക് കൊണ്ടുപോകും. അപ്ലൈഡ് എ ഐയും മെഷീൻ ലേണിംഗ് ഫണ്ടമെൻറ്റൽസും പഠിക്കും. അതിനോടൊപ്പം നിങ്ങൾ മെഷീൻ ലേണിംഗ് ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എ ഐ മോഡൽസ് ഡിപ്ലോയ് ചെയ്യാനും പഠിക്കും. ലാങ്ചെയിൻ, ക്രൂ എ ഐ, ഓട്ടോജൻ പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനും നിങ്ങളിവിടെ പഠിക്കും. AWS ബെഡ്റോക്ക്, സേജ് മേക്കറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂർ ആൻഡ് സ്കെയിലബിൾ ആയിട്ടുള്ള എ ഐ ഡിപ്ലോയ്മെൻറ്റ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിംഗ്, BFSI പോലുള്ള ഡൊമൈൻസിലൊക്കെ എ ഐ ഏജൻസ് ബിൽഡ് ചെയ്യുന്നതും നിങ്ങളിവിടെ പഠിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കേണ്ടത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അപ്ലൈഡ് എ ഐയും ഏജൻറ്റിക് എ ഐയും രണ്ടും പ്രൊഡക്ഷൻ ഫസ്റ്റ് അപ്രോച്ചിൽ പഠിപ്പിക്കുന്ന ഏക എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഇതാണ്. എല്ലാ മൊഡ്യൂളിൻ്റെ അവസാനവും റിയൽ ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ എ ഐ ഇക്കോസിസ്റ്റം നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ IIT ബാംഗ്ലൂരിൻ്റെ അലുമിനി നെറ്റ്വർക്ക് കൂടാതെ ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലെയുള്ള അതിലെ പ്രൊഫഷണൽസിൻ്റെ നെറ്റ്വർക്കിലും ജോയിൻ ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് IIT ബാംഗ്ലൂരിൻ്റെ എക്സിക്യൂട്ടീവ് PG സർട്ടിഫിക്കറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ കോബ്രാൻഡർ സർട്ടിഫിക്കറ്റ്, പിന്നെ എപ്പോഴും നമുക്ക് വളരെ വർത്തായിട്ടുള്ള ആ ഒരു അലുമിനി സ്റ്റാറ്റസ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവലി ലക്ഷങ്ങൾ സാലറി ലഭിക്കുന്ന എ ഐ ഡെവലപ്പർ, എ ഐ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, എ ഐ എഞ്ചിനീയർ തുടങ്ങിയ നിരവധി റോളുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിനാൻസ്, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിങ്, ടെലകോം, എനർജി തുടങ്ങി എല്ലാ മേഖലകളിലും ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മൈക്രോസോഫ്റ്റും ആമസോണും ഗൂഗിളും ഇൻഫോസിസും പോലുള്ള ടോപ്പ് കമ്പനികൾ ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള ഗ്രാജുവേറ്റ്സിന് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോഴ്സിനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വെബ് പേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ അപ്ലൈ നൗ എന്നതിൽ പ്രസ് ചെയ്യാം. അപ്ലൈ നൗ അമർത്തി കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു OTP വരും. അത് നമ്മളവിടെ കൺഫേം ചെയ്തതിന് ശേഷം പിന്നത്തെ സ്റ്റെപ്പിൽ നമ്മുടെ പേര്, നമ്മുടെ ഇമെയിൽ ID, പിന്നെ അവിടെ ക്വാളിഫിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് അവിടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ളതൊക്കെ. പിന്നത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ചോദിക്കുന്നത് ഒരു കോൾ അവിടെ ഷെഡ്യൂൾ ചെയ്യാനാണ്. അത് വേണ്ട, നമുക്കവിടെ സ്കിപ്പ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേരൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ വെൽക്കം ടു അപ്ഗ്രാഡ് എന്ന് കാണാം. ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് അമർത്തുക. ഇനിയത്തെ സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ പ്രിഫിക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ജെൻഡർ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് താഴെ ഡിസ്ക്ലെയിമറിൽ ഒന്ന് ടിക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എലിജിബിലിറ്റി അവിടെ ചെക്ക് ചെയ്യാണ്. ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളതിന് എലിജിബിൾ ആണെങ്കിൽ നമുക്കിത് ഇത്തരത്തിലൂടെ കാണാം. ഇത്ര സീറ്റ്സ് ആ ഒരു കോഴ്സിന് അവൈലബിൾ ആണെന്നൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളിവിടെ എലിജിബിൾ ആണെങ്കിൽ നമുക്കിവിടെ സീറ്റ് റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫീസും ഡീറ്റെയിൽസൊക്കെ കാണിക്കും. വ്യൂ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നൽകാം. പേയ്മെൻറ്റ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നൽകേണ്ട ആവശ്യമില്ല. സീറ്റ് റിസർവ് ചെയ്യാനായിട്ട് നമ്മൾ 10,000 രൂപ അടച്ചാൽ മതി. അപ്പോൾ വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ പേയ്മെൻറ്റ് കൊടുക്കാം. പിന്നെ നോ കോസ്റ്റ് EMI ഓപ്ഷനൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ വൈകിക്കാതെ അപ്പോൾ തന്നെ ആ ഒരു സീറ്റ് റിസർവ് ചെയ്തോളുക. അപ്പോൾ 2024 നിങ്ങളുടെ AI കരിയർ സീരിയസ്ലി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്ലൈഡ് എയിൽ നിന്നും ഏജൻറ്റിക് എയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ഡെഫിനറ്റ്ലി വർത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ AI കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത്. കാരണം അത്രയും വർത്തായിട്ടുള്ളൊരു കോഴ്സാണിത്.